ഹായ്, പുതിയൊരു വീഡിയോയിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും സ്വാഗതം. കണ്ണൂരും കർണാടകവും ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കുറേയൊക്കെ കറങ്ങി. അപ്പം നമുക്കിനി ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഡൽഹിയിലെ ഒരു മാർക്കറ്റും അവിടുത്തെ ചെറിയ കാഴ്ചകളും നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഒരു പക്ഷേ പല സ്ഥലങ്ങളും കാണിച്ച കൂട്ടത്തിൽ ഈ മാർക്കറ്റ് മുന്നേ കാണിച്ച് കാണും. പക്ഷെ നമുക്ക് ഒരിക്കലും കൂടി, അതായത് ചിലപ്പോൾ അതിൽ കാണാത്ത ചില സ്ഥലങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പൊളിഞ്ചി. അപ്പോൾ ഇന്ന് ലാജ്പത് നഗർ മാർക്കറ്റിലാണ്. നമുക്ക് ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ് ലാജ്പത് നഗർ മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് സാധനങ്ങൾ കാണാം, പുറത്തും കടകൾ ഉണ്ടാവും. നല്ല ട്രാഫിക് ഉണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട്, എന്നാലും നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി എന്താ പറയുക, ഫ്രണ്ടിൽ തന്നെ ഒരു ജോക്കർ, അയാൾ കടയിലൊക്കെ ആൾക്കാരെ വിളിച്ച് കയറ്റുന്നുണ്ട്. പിന്നെന്താ സ്പെഷ്യൽ ഐറ്റംസ് വിൽക്കണ കട, ആമ്പേല ഇതൊക്കെ വിൽക്കണ ഒരു കടയുണ്ട്. പിന്നെ ഇതാ ഒരു വെറൈറ്റി സാധനം, ഫോട്ടോ ലേനാ ഹേ. ബാഗൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളൊരുവിധം എല്ലാ മാർക്കറ്റിലും ഇതുപോലെ ബാഗ് വിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ ഇതാ മയിൽപീലി, വെഞ്ചാമരം, എത്ര ആൾക്കാരെ ടോയ്സ് വെക്കണം ഇവിടെ. പിന്നെ പപ്പടമുണ്ട്, പപ്പടം. ഇപ്പം എല്ലാ സ്ഥലത്തും കാണാം നമുക്ക് ഐ ലവ് സെൻട്രൽ മാർക്കറ്റ്. ഇത് ലാജ്പത് നഗർ സെൻട്രൽ മാർക്കറ്റാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുള്ളത് ഇവിടെ. ബ്രാൻഡഡ് കുറച്ച് ബ്രാൻഡഡ് കടകളും ഉണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള കടകളും ഉണ്ട്. KFC ഒക്കെ ഉണ്ട് ഇവിടെ. മുന്നേ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. സരോജിനിയൊക്കെ നോക്കുമ്പോൾ സരോജിനിയാണ് നല്ലത്. സോമേശ്വരം വാഴുന്ന ശിവപെരുമാളെ, നീ വിളക്കർപ്പിച്ചു തൊഴുന്നു ഞാനും. എല്ലാ മാർക്കറ്റിലും പ്രയോറിറ്റി കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് തോന്നുന്നു. 200 റുപ്യ 100 റുപ്യയിലായിട്ട് കമ്മൽ. റേറ്റ് കൂടുതലാണ് ഇവിടെ. 200, 100, 150, 30 ഒന്നും കാണുന്നില്ല ഇവിടെ. നല്ല മരത്തിന്റെ വള, നല്ല വെറൈറ്റി വളകളുണ്ട് ഇവിടെ. എത്രയാ മയിൽപീലി പോന്ന് നോക്കിയാട്ടെ. ബലൂണുകൾ. നീ लो ब्रेक के लिए
ലാജ്പത്ത് ശരിക്ക് ചീപ്പ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കടകളൊക്കെ അങ്ങനെയുള്ള കടകളാണ്, കുറച്ച് കൂടിയതുണ്ട് ഇവിടെ. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൻ്റെ ആണെന്ന് തോന്നുന്നത്. അത് സാധനങ്ങൾ, കടകൾ, പിന്നെ കുറച്ച് കൂടിയ ഇത് ഡ്രസ്സ് പരിപാടികളാണ് കൂടുതലും. $150 എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കൊടുക്കുന്ന ഡ്രസ്സാണ് ഈ കാണുന്നത് ഏച്ചും. പക്ഷെ അതിൽ വേറെ തമാശയുണ്ട്. ഈ ഡ്രസ്സ് കണ്ട, അതിൻ്റെ മുകളിൽ റേറ്റ് കണ്ടാണ്. അതിൻ്റെ മുകളിൽ 149 റുപ്യ, പക്ഷെ അവർ 150 എന്ന് പറയും. അപ്പോൾ ഇതിലെന്ത് ഡിസ്കൗണ്ടാണ് ഉള്ളത്? ആളെ പറ്റിക്കാൻ. എൻട്രി ഗേറ്റ് എല്ലാം ഉണ്ട്. സെൻട്രൽ മാർക്കറ്റ് ലാജ്പത് നഗർ മേ ആപ്കാ സ്വാഗത് ഹേ. സംഭവം വൃത്തിയെല്ലാം ഉണ്ട്. ചെറിയൊരു പാർക്ക്, ഇവിടെ പരിപാടിയെല്ലാം ഉണ്ടാവും ഇടക്കിടക്ക്. സെൻട്രൽ മാർക്കറ്റ് ഇവിടെ അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇരിക്കേണ്ടതാണ് ഇവിടെ. ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. ഫുള്ള് ലേഡീസ് ഐറ്റംസ്. രസമുണ്ട് കാണാൻ. 150 റുപ്യ എല്ലാം. 150, 250 ആ റേറ്റിലാണ് എല്ലാ സാധനവും. വെറൈറ്റി മാലകൾ, സോറി മാലയല്ല, കമ്മല്. പാമ്പിൻ്റെ ഒരു ഐറ്റം. നമുക്കിത് വളയായിട്ടുകൂടാ, മാലയായിട്ടുകൂടാ. അടിപൊളിയല്ലേ? അത് 250 റുപ്യന് അല്ലേ? 250 റുപ്യ. പാമ്പിൻ്റെ തെറ്റം കാണിച്ചിട്ട് പാമ്പന്നെ. ലാജ്പത് നഗർ മാർക്കറ്റിലേക്കൂടെ നടന്ന് ഇരുട്ടായി, തിരക്ക് കൂടി. നമുക്കെന്തായാലും പുറത്തിറങ്ങാം. ഇവിടുന്ന് പുറത്തിറങ്ങി നോക്കാം. പുറത്തുള്ള ഫുട്പാത്തിൻ്റെ കാഴ്ച. വൈകുന്നേരമായി, ചെറിയൊരു തണുപ്പ്, വെയിൽ കുറഞ്ഞു. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂട് സഹിച്ചിട്ടല്ല, ചൂട് സഹിക്കാണ്ട് സാധനം വേഗം ഓടി കയറിയത്. എവിടത്തേക്കാ DIY ഇല്ലേ സാധനം, സാധനം മേടിക്കാം. മിസ്റ്റർ DIY അന്ന് വാങ്ങിച്ചേ സ്റ്റാമ്പാ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ വന്ന ആൾക്കാർ വേറെ സ്ഥലത്തെ ഷോപ്പിങ്ങിലാണ്. അല്ല, അടിപൊളി ബോട്ടിലാണല്ലോ, നല്ല തിളങ്ങുന്ന ബോട്ടിൽ. നല്ല ബോട്ടിൽസ് ഉണ്ടല്ലേ, വെറൈറ്റി ബോട്ടിൽസ് ഉണ്ട് ഇവിടെ. സാധനം വെറുതെ ഉണ്ട് നടക്കുന്നല്ലേ ഇടുന്നു. സാധനം കിട്ടുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റാ എന്നത്? കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാ? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ സാൻവിക. Bye bye. Bye bye.